എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല ഇതുവരെ. എനിക്ക് യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. സോ ഇത് ഒരു ഹേ ഐ മെയ്ഡ് ഇറ്റ് ഉള്ള ഒരു വീഡിയോ അല്ല. പിന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഈ ജേർണിയെ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നവർക്കും മേ ബി ദിസ് വീഡിയോ വിൽ ഹെൽപ്പ്. സോ ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ശീതൽ aka The Laugh Happy. I try to create funny content. Valicha comedy na uddeshicchu. So the very first point I would like to share and change in 2006, നമ്മൾ എത്ര കൂടുതൽ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നോ അത് നമുക്ക് വ്യൂസ് തരും. പക്ഷേ അതൊരു ക്രിയേറ്ററുടെ ഐഡൻറ്റിറ്റിയെ ബിൽഡ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ ആ ഒരു ക്രിയേറ്ററുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ആ ഒരു ക്രിയേറ്ററുടെ കൂട്ടത്തിൽ നമ്മുടെ വൈബ്സ് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നെങ്കിൽ കുറച്ചുകൂടെ ലോങ് ഫോർമാറ്റുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്താലായിരിക്കും ബെറ്റർ എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഷോർട്സിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയില്ലെന്ന് എന്നല്ല, ഷോർട്സിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ എന്തായാലും വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇഫ് യു വാണ്ട് ടു കംപ്ലീറ്റ് ദോസ് വാച്ച് അവർ ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ യു ടു പോസ്റ്റ് ലോങ് ഫോം വീഡിയോ. വെറും ഷോർട്സിൽ ഫേമസ് ആയിട്ട് മോണിറ്റൈസ് ആവാതെ ചാനൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. സെക്കൻഡ് പോയിന്റ് ഒരു വളരെ കോമൺ സിറ്റുവേഷൻ ആണ്. ഇഫ് യു ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് യുവർ യൂട്യൂബ് ജേർണി, ദാറ്റ് വീഡിയോസിന് അത്രയും വ്യൂസ് കിട്ടുന്നില്ല. നിങ്ങളുടെ വീഡിയോസിന് കുറച്ച് വ്യൂസ് ആണ് കിട്ടുന്നെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യുവർ കണ്ടന്റ് ഇസ് ബാഡ്. ചിലപ്പോൾ ഒക്കെ ഒരു ചാനൽ ബിൽഡ് ചെയ്യാൻ ടൈം എടുക്കും. എത്രയൊക്കെ നല്ല ക്രിയേറ്റേഴ്സ്, ഇന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം വ്യൂസ് കിട്ടാതിരുന്നിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡിഡൻറ്റ് സ്റ്റോപ്പ് ദം ഫ്രം ക്രിയേറ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ് ടു. ഈ ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള ജേർണി നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഗ്രോത്ത് സ്ലോ ആയിരിക്കും. ചില ആൾക്കാർ വുഡ് ഗെറ്റ് ഇറ്റ് വിതിൻ നോ ടൈം. പക്ഷെ അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാനിക് ചെയ്യിപ്പിക്കുന്നത് പിന്നെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന തോട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ വർക്ക് പിന്നെ നമുക്ക് പറ്റുന്ന പോലെ പെർഫെക്ഷനിൽ ആ വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ ഒരു വർഷം വീക്ക്ലി യൂട്യൂബിൽ ഷോർട്സ് പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം കോണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം സ്റ്റാർട്ടിങ് ഒന്ന് രണ്ട് മന്ത് വരെ മാത്രം ഞാൻ ലോങ് ഫോർമാറ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്തുള്ളൂ. അതിന് അത്രയും വ്യൂസ് കിട്ടിയില്ല. സോ ഐ സ്റ്റോപ്പ് പോസ്റ്റിംഗ് ലോങ് ഫോർമാറ്റ് വീഡിയോസ് ഓൾ ടുഗെദർ. ആൻഡ് ദെൻ ഞാൻ റെഗുലർലി ഷോർട്സ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോഴും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പം എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് വെച്ച് കുറച്ചുകൂടെ ആ ഷോർട്സിനൊക്കെ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ആം കൺസിസ്റ്റൻറ്റ് ബട്ട് ഐ ഹാവ് ടു ബി മോർ കൺസിസ്റ്റൻറ്റ്. ഞാൻ വീക്ക്ലി ട്രൈ ചെയ്യാറുണ്ട് 2 to 3 റീൽസോ പോസ്റ്റോ ചെയ്യാൻ. ബട്ട് അത് ഇൻസ്റ്റാഗ്രാമിലാണ്, യൂട്യൂബിലല്ല. നിങ്ങളുടെ കണ്ടന്റ് എത്രമാത്രം റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നു അതുപോലെയാണ് സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം അതിനെ പിക്ക് ചെയ്യുന്നതും കൂടുതൽ അതിനെ പുഷ് ചെയ്യാൻ തുടങ്ങുന്നതും. നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ സെയിം അൽഗോരിതം കുറച്ചുകൂടി വലിയ ഓഡിയൻസിനെ പുഷ് ചെയ്യാൻ തുടങ്ങുന്നത്. വ്യൂസ് കുറവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുവാണേലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് വ്യൂസ് കിട്ടുവാണ് അല്ലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ഫീഡ്ബാക്ക് കിട്ടാത്തപ്പം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നമുക്ക് പോസ്റ്റ് ചെയ്യാനും ഒരു മോട്ടിവേഷനും കിട്ടത്തില്ല. ബട്ട് ദെൻ ഓൾസോ കീപ് ഷോയിങ് അപ്പ്. ഈ പോയിന്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ടിപ്പാണ്. ബിക്കോസ് എന്നെ തൊട്ട് ഞാൻ ഈ ടിപ്പിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയോ അന്നെ തൊട്ട് കണ്ടന്റ് ക്രിയേഷൻ വാസ് മോർ എൻജോയബിൾ ഫോർ മീ. ക്രിയേഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ നീഷ് അതിപ്പം മേക്കപ്പ് ആവാം, ലൈഫ് സ്റ്റൈൽ ആവാം, ഡെയിലി ഹാക്സ് ആവാം, എന്നെപ്പോലെ കോമഡി ആവാം, ഗെയിമിംഗ് ആവാം. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ നീഷിൽ തുടങ്ങിയ വേറെ ഏതെങ്കിലും ക്രിയേറ്ററായിട്ട് നിങ്ങളുടെ ഒരു ജേർണി കമ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത്രയും സ്പീഡിലി ഒരു ക്രിയേറ്റീവ് ബേൺ ഔട്ട് വരിക. കമ്പാരിസൺ ചെയ്യുന്നത് വളരെ കോമൺ ആണ്, വി ഓൾ ഡു ഇറ്റ്. പക്ഷെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോസസ് ഫൺ ആവത്തില്ല. ഇറ്റ് വിൽ ബിക്കം മോർ ഹാക്ടിക്, കൈൻഡ് ഓഫ് എ ടോർച്ചർ ഫോർ യു. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളെയും കൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദിസ് ഫീൽഡ് റിലയസ് ഓൺ ക്രിയേറ്റിവിറ്റി. നമ്മളെപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണമെന്നാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക, നമ്മളെക്കുറിച്ച് തന്നെ കുറേ ഫാക്ട്സ് മനസ്സിലാക്കുക. അതാണ് കോണ്ടന്റ് ക്രിയേഷൻ. അല്ല ഈസി ടു ഫെയിം ഉള്ള ഒരു കരിയറായിട്ട് ഇതിനെ കരുതരുത്. നിങ്ങളിപ്പം നിങ്ങളുടെ ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഹണിമൂൺ ഫേസ് ആണ്. ബിക്കോസ് ശരിയാണ്, ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫേർട്സ് ഇടുന്നുണ്ട്, വ്യൂസ് കുറവായിരിക്കും. ഇറ്റ്സ് അപ്സെറ്റിംഗ് ബട്ട് ഇറ്റ്സ് ഓൾസോ റിലാക്സിങ്. കാരണം ഈ ഫേസിൽ ഇപ്പോൾ നിങ്ങളോട് ആരും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോ ഇനി എപ്പോഴാ, ഫസ്റ്റ് വീഡിയോ തന്നെ ആരും കണ്ടിട്ടില്ല, അപ്പോഴാണ് ഇനി നെക്സ്റ്റ് വീഡിയോ. ഈ ഒരു ഫേസിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിസ്റ്റേക്സ് ആണ്. ആൻഡ് ഓൾസോ ലേൺ ടു ഇംപ്രൂവ് ദോസ് മിസ്റ്റേക്സ്. നിങ്ങൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കംഫർട്ടബിൾ ആവണം. വേണമെങ്കിൽ നിങ്ങളുടെ നീഷ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. എൻ്റെ ലോട്ട് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് കാണുമല്ലോ, ദാറ്റ് 1 month എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. അങ്ങനെ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുമുണ്ട്. സോ ഐ തോട്ട് മൈ ജേർണി വുഡ് ബി സെയിം ആസ് ദെയർസ്.
ബട്ട് ഇറ്റ് വാസൻറ്റ്. So instead of posting on YouTube, I started posting on Instagram more. കാരണം അവിടെ കുറച്ചുകൂടെ ഓഡിയൻസ് ഇൻട്രാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ ഐ റിയലൈസ്ഡ് നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു എക്സ്പോഷറും എക്സ്പ്രീസിയേഷനും എന്തായാലും കിട്ടാൻ തുടങ്ങുന്നതാണ്. സോ 2026-ൽ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈറൽ ആവാനല്ല, സർവൈവ് ചെയ്യാൻ പഠിക്കുക. റിമെമ്പർ, സ്ലോ ഈസ് ഓക്കെ, സ്മോൾ ഈസ് ഓൾസോ ഓക്കെ, ബട്ട് സ്റ്റേയിങ് ഈസ് എവറിഥിങ്. And if this video was helpful or relatable to you, then please like it and give it some sneham. നിങ്ങൾക്കും കുറച്ച് ഓണസ്റ്റ് ടോക്ക്, റിലേറ്റബിൾ ഹ്യൂമർ, സ്കിറ്റ്സ് പോലത്തെ വീഡിയോസ് മലയാളം ആൻഡ് ഹിന്ദിയിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Till I post my next video and hope I do it soon. Bye bye.